ഗ്രീസിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ സാഗിന്തോസിൽ ഹെലനിക് വ്യോമസേനയുടെ F-16 യുദ്ധവിമാനം ഇടിച്ചിറങ്ങി. പരിശീലന പറക്കലിനിടെ സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ്. വിമാനത്തിലുണ്ടായിരുന്ന വനിതാ പൈലറ്റ് പരിക്കുകളേൽക്കാതെ സുരക്ഷിതയായി രക്ഷപ്പെട്ടതായി വ്യോമസേന അറിയിച്ചു. വ്യാഴാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1:45ഓടെയാണ് സംഭവം. ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതായതിനെ തുടർന്ന് വിമാനം റൺവേയിലൂടെ മീറ്ററുകളോളം ഉരസി നീങ്ങുകയായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് തന്നെ വിമാനത്തിൽ തീപിടുത്തത്തിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. റൺവേയിൽ വെച്ച് വിമാനത്തിന് തീപിടിച്ചെങ്കിലും വിമാനത്താവളത്തിലെ അഗ്നിശമന സേനയും മറ്റു ജീവനക്കാരും സമയോചിതമായി ഇടപെട്ട് തീ നിയന്ത്രണ വിധേയമാക്കി. തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഗ്രീസിലെ അരക്സോസ് എയർബേസിൽ നിന്നുള്ള 116ാമത് കോമ്പാറ്റ് വിങ്ങിലെ 335ാമത് സ്ക്വാഡ്രണിൽപ്പെട്ടതാണ് അപകടത്തിൽപ്പെട്ട ഈ വിമാനം. അപകട കാരണം കണ്ടെത്തുവാൻ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് റൺവേ അടച്ചിട്ടത് സാഗിന്തോസ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. വ്യാഴാഴ്ച രാത്രി 9 മണിവരെയുള്ള നിരവധി വിമാന സർവീസുകൾ വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്തു. വേനലവധി ആരംഭിച്ചതിനാൽ UK-യിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് പ്രതിവാരം ഈ ദ്വീപിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ റൺവേ അടച്ചിട്ടത് വലിയ യാത്രാക്കുരുക്കിന് കാരണമായി. വിമാനം എത്രയും വേഗം റൺവേയിൽ നിന്ന് മാറ്റി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി.